നമസ്കാരം. ഇന്ത്യൻ സിനിമയിൽ പൊതുവെ സിനിമയിലെ അഭിനേതാക്കളെ, നടീനടന്മാരെ താരങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഇതേക്കുറിച്ച് ഒരിക്കൽ ആരോ പറഞ്ഞത്, ആകാശത്തെ താരങ്ങൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അതങ്ങ് മങ്ങിപ്പോവുകയും വേറെ താരങ്ങൾ അവിടെ വരികയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ സിനിമയിലെ ഈ അഭിനേതാക്കളായ നമ്മൾ താരങ്ങൾ എന്ന് വിളിക്കുന്ന ആളുകളുടെ അവസ്ഥ. തിളങ്ങി നിൽക്കുന്ന താരങ്ങൾ ഒരു നാൾ മങ്ങിപ്പോകും എന്നുള്ള ആ പ്രപഞ്ച സത്യം നമ്മുടെ പല സിനിമയിലെ താരങ്ങൾക്കും ബാധകമാകുന്ന കാഴ്ച നമ്മൾ നിരവധി ആളുകളിൽ കണ്ടതാണ്. എത്രയെത്ര സിനിമാ താരങ്ങളാണ് ഒരു കാലത്ത് ജ്വലിച്ചു എന്നവർ പിന്നീട് ഒന്നുമല്ലാതായി മാറിപ്പോയിട്ടുള്ളത്. ഇത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമപ്രവർത്തകനും ഗാന നിരൂപകനുമൊക്കെയായ, ഗാന ഗവേഷകനുമൊക്കെയായ രവി മേനോൻ ഇട്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം പഴയകാല മലയാള സിനിമയിലെ റൊമാൻറ്റിക് ഹീറോയായ മോഹൻ എന്ന നടനെക്കുറിച്ചാണ് ഒരു ദീർഘമായ കുറിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നടൻ മോഹൻ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം, അദ്ദേഹം ഇപ്പോൾ ഒരു വൃദ്ധസദനത്തിലാണ് എന്നുള്ളതാണ്. ചെന്നൈ നഗരത്തിൽ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്ററോളം അകലെയുള്ള ഒരു വൃദ്ധസദനത്തിലാണ് 70കളിലെ ശ്രദ്ധേയനായ നടനായിരുന്ന മോഹൻ ഇപ്പോൾ അന്തേവാസിയായി കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുടനീളം പറയുന്നത്. ഏതായാലും ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ തമിഴിലെ മുഖ്യധാര ചാനലുകൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ മോഹനെക്കുറിച്ചുള്ള പല വാർത്തകളും ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ വൃദ്ധസദനത്തിൻ്റെ അന്തേവാസിയായി കഴിയുകയാണ്. മോഹനെ നമുക്ക് ഒരുപക്ഷെ പുതിയ തലമുറയിലെ പലർക്കും അറിയില്ലെങ്കിൽ, അദ്ദേഹം മായാമോഹിനി, അത് ദാദാ സാഹിബ്, അതിൽ കുബേരൻ തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം 70കളിൽ നായക കഥാപാത്രമായി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ച വ്യക്തി കൂടിയായിരുന്നു മോഹൻ. അന്ന് അദ്ദേഹത്തിൻ്റെ സഹപാഠികളായിരുന്നവരാണ് മിഥുൻ ചക്രവർത്തിയും ശബന ആസ്മയും ഉൾപ്പെടെയുള്ളവർ. അതുപോലെ ബാലുമഹേന്ദ്രയെ പോലുള്ള ക്യാമറാമാൻമാർ, കെ ജോർജിനെ പോലുള്ള സംവിധായകരൊക്കെ തന്നെ അന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തിൻ്റെ സഹപാഠികളും ആ കാലത്ത് പഠിച്ചിരുന്നവരുമായിരുന്നു. പഠിത്തം പൂർത്തിയാക്കി അദ്ദേഹം പിന്നീട് ചെന്നൈയിലെത്തുകയും നിരവധി സിനിമകളിൽ, മലയാളത്തിൻ്റെ ശ്രദ്ധേയമായ, മലയാളത്തിൻ്റെ നാഴികക്കല്ലുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന എത്രയോ സിനിമകളിൽ അദ്ദേഹം നായകനായിരുന്ന വ്യക്തിയാണ്. ഭരതൻ്റെ ആദ്യ ചിത്രമായ പ്രയാണത്തിലെ നായകൻ മോഹനായിരുന്നു. ചട്ടക്കാരി, കെ സേതുമാധവൻ സംവിധാനം ചെയ്ത, അതുപോലെ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ തുടങ്ങി നിരവധി ചിത്രങ്ങൾ. ഇവയിലൊക്കെ തന്നെയുള്ള ഒരു മറ്റൊരു പ്രത്യേകത, മലയാളത്തിലെ എക്കാലത്തെയും നിരവധി ഹിറ്റ് ഗാനങ്ങളും ആ സിനിമയിൽ അവയ്ക്ക് വേണ്ടി ചുണ്ടനക്കാൻ കഴിഞ്ഞതും മോഹന് വലിയൊരു ഭാഗ്യമായി മാറിയിരുന്നു. മലയാള സിനിമയിൽ എത്രയോ ഹിറ്റ് ഗാനങ്ങൾ സിനിമയിൽ അഭിനയിച്ചത് മോഹനായിരുന്നു. അദ്ദേഹം പിന്നീട് ചട്ടക്കാരിയിലെ തന്നെ നായികയായിരുന്ന, പ്രയാണത്തിലൊക്കെ തന്നെ നായികയായിരുന്ന ലക്ഷ്മിയെ വിവാഹം കഴിക്കുന്നു. പിന്നീട് അവരുടെ ദാമ്പത്യ ജീവിതം പിന്നീട് അത് അവസാനിച്ച് അവർ വേറെ പിരിയുന്നു. മോഹൻ മറ്റൊരു വിവാഹം കഴിക്കുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് സിനിമ ഒരുപക്ഷെ കുറഞ്ഞ കാലഘട്ടത്തിലായിരിക്കും അദ്ദേഹം പിന്നീട് ബിസിനസ്സിലേക്ക് തിരിയുന്നു. അദ്ദേഹം വളരെ ശ്രദ്ധേയനായ, വളരെ വിജയം ഭരിച്ച ഒരു ബിസിനസ്സുകാരനായി മാറിയിരുന്നു. തുണിത്തരങ്ങളുടെ വലിയ തോതിലുള്ള വിതരണവും മറ്റും നടത്തിയിരുന്ന വലിയൊരു വ്യവസായ ശൃംഖലയുടെ ഉടമയായിരുന്നു അദ്ദേഹം. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത്. ചെന്നൈയിലെ പോയ്സ് ഗാർഡൻസിലെ, അതായത് ജയലളിതയും രജനീകാന്തും ഉൾപ്പെടെയുള്ള ആളുകളുടെ വീട് സ്ഥിതി ചെയ്യുന്ന അതേ ആ ആഡംബര മേഖലയിലാണ് അദ്ദേഹത്തിനും ഒരു വീടുണ്ടായിരുന്നത്. കൊട്ടാര സദൃശ്യമായ വീട് തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം പോയ്സ് ഗാർഡനിലെ തൻ്റെ വസതിയിൽ വളരെ വിജയിച്ച ഒരു വ്യവസായിയായി സന്തോഷപൂർവ്വം ജീവിതം നയിക്കുന്നു എന്ന് തന്നെയാണ് മലയാള സിനിമയിലെ ഒരുപക്ഷെ പലരും കരുതിയിരുന്നത്. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അദ്ദേഹം ഗ്രാമം എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിർമ്മിക്കുകയും സംവിധാനം ചെയ്തത് മോഹൻ തന്നെയായിരുന്നു. മോഹൻ നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം ചില സിനിമകൾ പാടിയിട്ടുണ്ട്. ഒടുവിലെ അദ്ദേഹം ഗ്രാമം എന്നൊരു സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാമം എന്ന സിനിമയുടെ നിർമ്മാണമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് സാമ്പത്തികമായി തകർത്തത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഈ ചിത്രം സാറ്റലൈറ്റ് റൈറ്റ് ഒന്നും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. വളരെ ഗൗരവതരമായെടുത്ത സിനിമ. അതായത് തമിഴ്നാട് മുഖ്യമന്ത്രിയും പ്രമുഖ താരവുമായിരുന്ന ജയലളിത പറഞ്ഞ താൻ തൻ്റെ ജീവിതത്തിൽ കണ്ട മികച്ച 5 ചിത്രങ്ങളിൽ ഒന്നാണ് ഈ ഗ്രാമം എന്ന് പറഞ്ഞിരുന്നു, അവർ അഭിപ്രായപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മോഹൻ ഇതെന്താണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത്. അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ചുമതല ഒരുപക്ഷെ മലയാള സിനിമയ്ക്കുണ്ട്. കാരണം ഏറ്റവും അധികം മലയാള സിനിമകളിൽ അദ്ദേഹം നായകനായിരുന്നു. 70കളിൽ പ്രേം നസീറും മറ്റും അഭിനയിക്കുന്ന കത്ത് നിന്നിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ അവരുടെ ഒപ്പം തന്നെ ഉപനായകനായും പിന്നീട് നായകനായും എത്രയോ സിനിമകളിൽ വന്നിരുന്ന വ്യക്തിയാണ് മോഹൻ. ഒത്ത ശരീരവും പൊക്കവുമൊക്കെ ഉണ്ടായിരുന്ന, നല്ല തലയെടുപ്പുണ്ടായിരുന്ന ഒരു നായകനായിരുന്നു മോഹൻ. അദ്ദേഹം രാമു കാര്യാട്ടിൻ്റെ നെല്ലിലെയൊക്കെ തന്നെ പ്രധാന കഥാപാത്രമായി അവതരിപ്പിച്ചു. മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളുടെ പട്ടിക എടുക്കുമ്പോൾ അതിലൊക്കെ തന്നെ അന്ന് മോഹൻ അഭിനയിച്ചിട്ടില്ലാത്ത സിനിമകൾ ചുരുക്കമായിരുന്നു. അങ്ങനെ മുഖ്യധാര സിനിമയിലാണെങ്കിലും അന്ന് ഒരു പാരലൽ സിനിമ എന്ന് പറയാവുന്ന ഭരതനും മറ്റുമൊക്കെ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലുമൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിരുന്ന മോഹൻ ഒരുപക്ഷെ പിന്നീട് ഒരു 1980കളൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ അദ്ദേഹം സിനിമയിൽ നിന്ന് ആ മറ്റൊരു തലമുറ അവിടേക്ക് കടന്നു വരികയും അങ്ങനെ മോഹനൊക്കെ ക്രമേണ സിനിമയിൽ നിന്ന് വിട്ടുമാറി ഈ ബിസിനസ് പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു. ഏതായാലും ശ്രീ രവി മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത്, അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴൊക്കെ തന്നെ
അദ്ദേഹം താൻ അങ്ങനെ ദുഃഖിതനാണെന്നൊന്നും പറയുന്നില്ല. ഇതൊക്കെ ഒരു വിധി എന്നുള്ള രീതിയിൽ അദ്ദേഹം എടുക്കുന്നുവെന്നാണ്. പക്ഷേ തമിഴിലെ ചില ചാനലുകൾ പറയുന്നത് അദ്ദേഹത്തിന് രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് പെട്ടെന്ന് തന്നെ നല്ല തോതിലുള്ള ഒരു ധനസഹായം നൽകിയിട്ടുണ്ട് എന്നാണ്. ഒരുപക്ഷെ ജയലളിത ജീവിച്ചിരുന്നു എങ്കിൽ അവരും അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നു എന്നുള്ള വലിയ ഉറപ്പാണ്. കൂടാതെ ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയ് തന്നെ പ്രശസ്തനായ സിനിമാ താരം കൂടിയാണ്. അദ്ദേഹം ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും സഹായിക്കുമെന്ന് തന്നെ വേണം കരുതാൻ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മലയാളത്തിലെ അമ്മ പോലെയുള്ള സംഘടനകളെക്കുറിച്ചാണ്. അമ്മയിൽ ഈയിടെ വലിയ തോതിലുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും കേസും ഒക്കെ നടക്കുമ്പോഴും മലയാളത്തിലെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ നടനായിരുന്ന വ്യക്തിയായിരുന്നു മോഹൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും മറ്റുമായി ഇപ്പോൾ വലിയ തുക മാസം 40,000 രൂപയെങ്കിലും വേണ്ടി വരും മരുന്ന് വാങ്ങാൻ വേണ്ടി മാത്രമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനൊക്കെയുള്ള സഹായം മലയാള സിനിമയുടെ അഭിനേതാക്കളുടെ സംഘടനയിൽ നിന്ന് മാത്രമല്ല, മലയാളത്തിൽ വേറെ ഒരുപാട് സിനിമാക്കാരുടെ സംഘടനകളുണ്ട്. അവരെല്ലാവരും ചേർന്ന് സംയുക്തമായെങ്കിലും എന്തെങ്കിലും ഒരു സഹായം അദ്ദേഹത്തിന് നൽകുമെന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. എങ്കിലും മോഹനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിതത്തിൻ്റെ 2 ഘട്ടങ്ങളും കണ്ട ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവിതത്തിലെ ഏറ്റവും പ്രശസ്തിയിൽ നിന്ന ഒരു കാലഘട്ടം, പണവും പദവിയും എല്ലാം ഉണ്ടായിരുന്നൊരു ഘട്ടവും പിന്നീട് പെട്ടെന്ന് ഇപ്പോൾ ഒരു വൃദ്ധസ്ഥാനത്ത് തൻ്റെ ജീവിത സായാഹ്നത്തിൽ കഴിയേണ്ടി വരുന്നത്. നമ്മൾ ടി.പി. മാധവൻ എന്ന മലയാളത്തിലെ പ്രശസ്തനായ നടനിൽ മാത്രമാണ് ഈ ഒരു അനുഭവം കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ മോഹനും ഇപ്പോൾ ഒരു വൃദ്ധസ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. രവി മേനോൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് മോഹൻ നായകനെ അഭിനയിച്ച അശ്വതി എന്ന ചിത്രത്തിൽ 70-ൽ ഇറങ്ങിയ അശ്വതി ചിത്രത്തിലെ ജയചന്ദ്രൻ പാടിയ ഭാസ്കരൻ മാഷ് രചിച്ച് ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നൽകിയ കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന പാട്ടിലെ വരികളാണ്. കണക്കെഴുതാൻ ഏടുകൾ എവിടെ എന്നാണ് ആ പ്രശസ്തമായ ഗാനത്തിൽ പറയുന്നത്. മോഹൻ്റെ ജീവിതത്തിലും ഒരുപക്ഷെ അതുതന്നെയാണ് സംഭവിച്ചത് എന്ന് വേണം കരുതാൻ. പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ മോഹൻ അത്ര പരിചിതനായിരിക്കില്ല എങ്കിൽ പോലും 70-കളിലും മറ്റുമൊക്കെ സിനിമ കാണുമായിരുന്നു. സിനിമ ആസ്വാദകരുടെയൊക്കെ തന്നെ മനസ്സിൽ മോഹൻ വളരെ ശക്തനായ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ സഹായിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. ഒരുപക്ഷെ കേരള സർക്കാരിന് പോലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.